നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. മാസം തോറും ശമ്പളമായിട്ടും ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമായിട്ടും അല്ലെങ്കിൽ പാസീവ് ഇൻകമായിട്ടൊക്കെ കുറച്ചൊക്കെ തുക നമ്മുടെ കയ്യിലേക്ക് വരാറുണ്ട്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആ പൈസ മുഴുവൻ തീർന്നിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഒരു രൂപ പോലും ഇതുവരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും നമുക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. പലരും പല സ്കീമുകളെ കുറിച്ച് പറയാറുണ്ട്. ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച്, മ്യൂച്വൽ ഫണ്ടുകൾ, ETF ഗോൾഡിൽ നിക്ഷേപിക്കുന്നത് എല്ലാം കേൾക്കാറുണ്ട്. ബട്ട് എന്താ ചെയ്യുക, ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? സമ്പാദ്യശീലം തുടങ്ങാൻ കഴിയാത്തതിനുള്ള കാരണം. ആ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് സമ്പാദ്യശീലം തുടങ്ങാൻ പറ്റിയേക്കാം. പണം കണ്ടാൽ ചെലവാക്കുന്ന സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള 4 ടിപ്പുകളാണ് മെയിൻ ആയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രധാന വില്ലൻ? അതല്ലേ നമ്മൾ അറിയേണ്ടത്. അത് ഡോപ്പമിൻ ഹിറ്റ് എന്ന് പറയും. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തലച്ചോറിൽ ലഭിക്കുന്ന താൽക്കാലിക സന്തോഷം. നമ്മുടെ കയ്യിൽ പൈസ വരും, അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ നമുക്കൊരു സന്തോഷം വരും. ഇത് വാങ്ങിക്കാം, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം, അപ്പോൾ അത് നമ്മൾ എന്തിൽ വാങ്ങിക്കുന്നു. അത് നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും. നമ്മുടെ കയ്യിൽ പണമുണ്ട്, ബട്ട് നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. എന്നിരുന്നാലും അവരുടെ സന്തോഷം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വാങ്ങിക്കുന്നു. ആ ഒരു മൊമെന്റിലെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്നു. അത് നാളെയോ മറ്റന്നാളോ എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്നില്ല. ചിലപ്പോൾ ഒറ്റ തവണ മാത്രം ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ ഹോൾഡ് ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള സംഭവം. ഇതാണ് ഡോപ്പമിൻ ഹിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയാ. ഭാവിയിലെ വലിയ നേട്ടത്തെക്കാൾ ഇപ്പോഴത്തെ ചെറിയ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന പരിപാടി. ഭാവിയിൽ ഈ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോഴത്തെ ചെറിയ സന്തോഷത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫണ്ട് നമ്മൾ ചെലവാക്കുന്ന ഒരു പ്രോസസ്സ്. അടുത്തത് ഫൈനാൻഷ്യൽ ഇമ്പാക്ട്. ചെറിയ ചെലവുകൾ വലിയ സമ്പാദ്യം ഇല്ലാതാക്കുകയാണ്. നമ്മുടെ ചെറുതായിട്ടുള്ള ചെലവുകളാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റവന്യൂ ആയിട്ട് മാറും. നമ്മൾക്കറിയാം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് ഒക്കെ ഇതുവരെ കേട്ടിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ അറ്റ്ലീസ്റ്റ് 3000 റുപ്പീസ് ഒക്കെ മന്ത്ലി സേവ് ചെയ്ത കോടികളായിട്ട് മാറുന്ന കഥകളെ കുറിച്ചും അതിന്റെ റിയാലിറ്റിയെ കുറിച്ചും അതിന്റെ കണക്കുകളെ കുറിച്ചും ഒക്കെ നമ്മൾ ഇതുവരെ പരിശോധിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആ 3000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ 3000 നമ്മുടെ ഒരു മാസമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടൂർ പോകാൻ, ചെറിയൊരു ടൂർ, അവിടത്തേക്ക് ഒരു 3000 രൂപ ചെലവ്, അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, ആ വലിയൊരു ഇൻകം മ്യൂച്വൽ ഫണ്ടിൽ സേവ് ചെയ്താൽ വലിയൊരു ഇൻകം കിട്ടും, അല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു സേവിങ്സ് ആയി മാറും എന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ മനഃശാസ്ത്രപരമായിട്ടുള്ള 4 ടിപ്പുകളുണ്ട്. ഒന്ന്, നമ്മുടെ 30 ദിവസത്തെ ഒരു ഡേ റൂള് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കുക എന്നതാണ്. വലിയ പർച്ചേസ് നടത്തുന്നതിന് മുമ്പ് ഒരു 30 ദിവസം നിങ്ങൾ കാത്തിരിക്കുക. ചിലപ്പോൾ ആവശ്യം മാറിയേക്കാം. ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ പോവാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന് ഇത് വേണ്ട, അല്ലെങ്കിൽ എന്തിനാ ഇതിന്റെ ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പേ യുവർ സെൽഫ് ഫസ്റ്റ്. ശമ്പളം കിട്ടിയാൽ ആദ്യം സേവിങ്സിലേക്ക് മാറ്റുക, ബാക്കി മാത്രം ചെലവഴിക്കുക. അപ്പോൾ ഒരു മാസം ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു 3000 ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും 2026 വരുന്നത്. ആദ്യ മാസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിലേക്ക് വിട്ടേക്കുക. അപ്പോൾ ഒരു 5-ാം തീയതിയൊക്കെ ഡേറ്റ് ഇടുക, അല്ലെങ്കിൽ 4-ാം തീയതി. സാലറി എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ആ ക്രെഡിറ്റ് ആവുന്ന ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓട്ടോ ഡെബിറ്റ് ഫംഗ്ഷൻ ഇനേബിൾ ആക്കി ഇടുക. അപ്പോൾ ഓട്ടോമാറ്റഡ് ആയിട്ട് അവിടുന്ന് ഫണ്ട് എടുത്തിട്ട് പോയിക്കോളും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ പേ യുവർ സെൽഫ് ഫസ്റ്റ്, അതാണ് സേവിങ്സിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ കരുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എമൗണ്ട് വെച്ച് ചെലവാക്കുക. ദെൻ നമ്പർ 3, എൻവലപ്പ് സിസ്റ്റം എന്നാണ് പറയാ. ഓരോ ആവശ്യത്തിനുള്ള പണം കവറുകളിലായിട്ട് സൂക്ഷിക്കുക, ക്യാഷ് ആയിട്ട് സൂക്ഷിക്കുക. നമ്മൾ ഡിജിറ്റൽ കറൻസി ആയിട്ട് സൂക്ഷിച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ, ഓൺലൈനിൽ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ ഓൺലൈനിൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ചെലവാകും. അങ്ങനെയാണ് ചിലർ പറയാം. മുമ്പൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകാൻ പാടില്ല, ക്യാഷ് കംപ്ലീറ്റ് തീരുന്ന പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ എൻവലപ്പ് സിസ്റ്റം തന്നെ ഉപയോഗിക്കണം. ഓരോ ആവശ്യത്തിന് പ്രത്യേക കവറുകളായിട്ട് ഫണ്ട് നമ്മൾ സേവ് ചെയ്യണം. അത് പറ്റാത്ത ആൾക്കാർ, അങ്ങനെ സേവ് ചെയ്യാൻ പൈസ എടുത്ത് വെക്കാത്ത ആൾക്കാർ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇട്ട് വെക്കുക. ആ അക്കൗണ്ടിന് ATM കാർഡ് വേണ്ട, അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ് വേണ്ട, ഓൺലി പാസ്ബുക്ക്. അതുപോലെ തന്നെ ചെക്ക് വേണമെങ്കിൽ ചെക്കും വേണ്ട. ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ചെക്ക് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് സൈൻ ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തിട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് മതി. അപ്പൊ ചെക്കും വേണ്ട, ATM കാർഡ് വേണ്ട, ഇന്റർനെറ്റ് ബാങ്കിങ് വേണ്ട, മൊബൈൽ ഒരു സാധനം വേണ്ട. ജസ്റ്റ് ബാങ്കിൽ വരും, പാസ്ബുക്കും കൊണ്ടുവരും, ആധാർ കാർഡ് കാണിക്കും, അപ്പൊ തന്നെ ബാങ്കിന്റെ ചെക്ക് വാങ്ങിച്ചിട്ട് സൈൻ ചെയ്തിട്ട് അവിടെ കൊടുക്കും, നമുക്ക് ക്യാഷ് എടുക്കാം എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പ് ആയിരിക്കണം. അങ്ങനെ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യുക, അതിലേക്ക് ഫണ്ട് മാറ്റി വെക്കുക. ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫണ്ട് നിങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ അത് ലോങ് ടേം പർപ്പസിന്. ഇനി ഷോർട്ട് ടേം പർപ്പസിന്, ഇപ്പൊ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് അത് ചെലവുകൾ ഉണ്ടല്ലോ, ഡേ ടു ഡേ എക്സ്പെൻസ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ATM കാർഡ് വെച്ചിട്ട് അതിൽ നിന്ന് മാത്രം നിങ്ങൾ എപ്പോഴും ചെലവായിക്കൊണ്ടിരിക്കുക. 2 ATM എടുക്കുക. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും കൊടുക്കുക. അതിൽ നിന്ന് എക്സ്പെൻസ് ഒക്കെ അങ്ങനെ എടുക്കുക. നമ്പർ 4, വിഷ്വലൈസ് ഗോൾസ്. ലക്ഷ്യങ്ങൾ. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉള്ളത്. ഉദാഹരണം വീട്, കാറ്, അതിന്റെ ചിത്രം എപ്പോഴും പേഴ്സിൽ സൂക്ഷിക്കുക. ഞാനൊക്കെ വീട് പണിയുന്നതിന് മുമ്പ്
എന്റെ വീടിന്റെ ഫോട്ടോ, വലിയൊരു ഫോട്ടോ, പിന്നെ അതേപോലെ തന്നെ കാർ പോർച്ചിൽ ഒരു നല്ലൊരു കാറ്, എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വലിയ ഫോട്ടോ എടുത്തിട്ട് ഒരു A3 സൈസിൽ വലിയ ഫോട്ടോ അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ സ്ഥലത്തും കൊണ്ട് ഒട്ടിച്ചു വെക്കുമായിരുന്നു. അത് എന്റെ റൂമിൽ ഞാൻ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ വാഷ് ബേസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒട്ടിച്ചു വെക്കും. ഒരു 3-4 സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവർ ഇതൊക്കെ നടക്കുവോ ചങ്ങായി എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് എന്താണോ ഞാൻ അന്ന് വിഷ്വലൈസ് ചെയ്ത് എല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. ആൾക്കാർ കളിയാക്കും കേട്ടോ, സ്വാഭാവികമായിട്ടും. പബ്ലിക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ ലൈക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വരുമ്പോഴേക്കും നമ്മൾ അവിടെ ഒരു BMW ഒക്കെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തീർച്ചയായിട്ടും കളിയാക്കുക. ഈ BMW ഇവിടെ സാധാരണ ഒരു കാർ വാങ്ങിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ഇവരുടെ BMW എന്നൊക്കെ ആൾക്കാർ പറയും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മൾ എന്താണോ ഒട്ടിച്ചു വെച്ച് അത് നമ്മളിലേക്ക് എത്തിപ്പെടും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നടക്കും. ഞാൻ എൻ്റെ ലൈഫിൽ ഇത് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇത് നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ടെക്നിക്കൽ ടൂൾസും അതിന്റെ സെറ്റപ്പും. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എക്സ്പെൻസ് ട്രാക്കർ ആപ്പാണ്. നമ്മുടെ എല്ലാവിധ ചെലവുകൾ, വരുമാനം, എല്ലാ കാര്യം കൃത്യമായിട്ട് ഈ ആപ്പിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുക. വരുന്ന പൈസ, പോകുന്ന പൈസ, ചെറിയ ചെറിയ ചെലവുകൾ അടക്കം. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട് മൊബൈൽ ആപ്പിൽ, അതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതേപോലെ വേറൊരു കാര്യം ചെയ്യണം. നമ്മളുടെ ATM കാർഡിൽ നിന്ന്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് മന്ത്ലി ഡെബിറ്റ് ആയി പോകുന്ന കുറേ സർവീസ് ഉണ്ട്. അപ്പൊ നമുക്കതൊന്നും ആവശ്യമില്ലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂം ഞാൻ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത, ഇത് എല്ലാ മാസവും സൂമിൽ നിന്ന് 1500 ഡെബിറ്റ് ആയി പോകും. അപ്പൊ ആദ്യത്തെ ഒരു പിറ്റത്തെ മാസം പോകുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് മൈൻഡ് ആക്കില്ല. 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകും, അത് മൈൻഡ് ആക്കില്ല. അടുത്ത മാസം പോകും, വീണ്ടും മൈൻഡ് ആക്കില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസം പോകാൻ തുടങ്ങി. അപ്പൊ ഞാനത് ഓട്ടോമാറ്റിക് അവരുടെ സൈറ്റിനകത്ത് കയറിയിട്ട് ഞാനത് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സർവീസുകളും നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് കളയാം. അങ്ങനെ കളഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്ക് ഫണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡിക്കൽ എല്ലാം എഴുതി വെക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു കണക്ക് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോ ഡെബിറ്റ് സെറ്റപ്പ്. സമ്പാദ്യം ഞാൻ പറഞ്ഞത് ഓൾറെഡി, ശമ്പളം വരുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോ ഡെബിറ്റ് ഫംഗ്ഷൻ എനേബിൾ ചെയ്ത് അത് ഓട്ടോമാറ്റഡ് ആയിട്ട് അതിലേക്ക് പോയിക്കോളും. ഇനി ചെലവും ലാഭവും. കോസ്റ്റ് ഓഫ് ഹാബിറ്റ് വാസ് വാല്യൂ ഓഫ് സേവിങ്സ്. ദിവസം 100 രൂപ അനാവശ്യമായിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ചെലവാക്കുന്നത്. കോസ്റ്റ് ഓഫ് വേസ്റ്റഡ് എന്ന രീതിയിൽ 36,500 രൂപയാണ് ഒരു കൊല്ലം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. അത് 100 രൂപ ചെലവാക്കുന്ന ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ പർപ്പസ് ആയിട്ട് ചെലവാക്കുന്നത്. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രയോ അതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്നുണ്ട്. അപ്പൊ എത്രയോ വലിയൊരു എമൗണ്ട് ആണ് ഒരു മാസം നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. ഒരു വർഷത്തേക്കാകുമ്പോഴേക്കും വലിയ എമൗണ്ട് ആണ്. അപ്പോൾ 36,500 രൂപയാണ് ഒരു വർഷം ഇങ്ങനെ നമ്മൾ ചെലവാക്കുന്നത്. റവന്യൂ ഇൻവെസ്റ്റഡ്, ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 42,000 രൂപ റവന്യൂ കിട്ടും. 12% റേറ്റിൽ. നെറ്റ് വെൽത്ത് എന്ന് പറയുന്നത് 20 വർഷം കഴിയുമ്പോൾ 30 lakh പ്ലസ് ആയിട്ട് ഈ എമൗണ്ട് മാറും. അതായത് നമ്മൾ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്ന മണി, പല കാര്യങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ട്. ആ ചെലവാക്കുന്ന കാര്യം നമുക്ക് കിട്ടും. ഇത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട് വഴിയാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. സുരക്ഷിതമായിട്ടുള്ള സമ്പാദ്യ പദ്ധതികളെ കുറിച്ച് നോക്കാം. ഗവൺമെന്റ് സപ്പോർട്ട് സ്കീംസ് എല്ലാം ഉണ്ട്. അതായത് PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. 15 വർഷത്തെ നിക്ഷേപം, നികുതിയും ഇളവും, പൂർണ്ണ സുരക്ഷിതത്വം കിട്ടും. KSF ചിട്ടിയുണ്ട്. പണം സേവ് ചെയ്യാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ലോൺ എടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ NPS ഉണ്ട്, നാഷണൽ പെൻഷൻ സിസ്റ്റം. വാർദ്ധക്യകാലത്തേക്കുള്ള മികച്ച പെൻഷൻ സിസ്റ്റം ആണിത്. ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത്, സമ്പന്നനാകാൻ പണം കൂടുതൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉള്ള പണം വിവേകത്തോടെ ചെലവാക്കാനും നമ്മൾ പഠിക്കണം എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. സംഭവം സിമ്പിൾ ആണ്, ബട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ സേവ് ചെയ്ത പണത്തെ നമുക്ക് വലിയ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊന്നും അറിയാതെ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.